പ്രകൃതിയാകുന്ന ഗവൺമെൻറ് നമ്മളെ വീടാകുന്ന ജയിലിലേക്കുള്ളിലാക്കിയിരിക്കുകയാണ്. ഓരോ നിമിഷവും മക്കളെ പ്രാർത്ഥിക്കുന്നു. പഴയതുപോലൊന്നും പറ്റുന്നില്ല. വീട്ടിനകത്ത് കിടന്ന് തന്നെ ജയിലിൽ തന്നെ നേരത്തെയുള്ള ആൾക്ക് നമ്മൾ ഇടിക്കുന്നത് പോലെ വീട്ടിനകത്ത് ഇടിക്കും. വീട്ടിൽ നിന്ന് തന്നെ കഴിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന ഗതി. കുറേ സംഭവങ്ങൾ ഓരോ വീട്ടിൽ നടക്കുന്നുണ്ട്. ഭർത്താവിന് ഭക്ഷണം കൊണ്ട് കൊടുത്തപ്പോൾ ഭാര്യ കൊണ്ട് കൊടുക്കുകയാണ്. ഇങ്ങനെയും കൂടി ഭക്ഷണം ഉണ്ടാക്കി നീ ഇപ്പോൾ ക്യൂട്ട് പോവുകയാണ്. പണ്ടൊക്കെ നീ ഉണ്ടാക്കി തരുന്ന ഭക്ഷണത്തിന് നല്ല രുചിയുണ്ട്. ഇപ്പം തന്നെ നല്ല സ്മെല്ല് വരും. ആ സ്മെല്ല് വരുമ്പോൾ തന്നെ എനിക്ക് വായി വെള്ളം വരും. ഇപ്പോൾ നീ തരുന്ന ഭക്ഷണത്തിന് ഒരു മണവുമില്ല, ഒരു രുചിയുമില്ല. എന്തോടി ഓരോ ദിവസം കഴിയുന്നതോറും ഇങ്ങനെ ആകുന്നത്. നമ്മുടെ വഴക്കൊണ്ടിരിക്കുക. ആരും ഒന്നും പ്രതികരിച്ചില്ല. അനങ്ങാതിരുന്ന് ഭക്ഷണം എല്ലാം കൊണ്ട് വെച്ചിട്ട് ഭർത്താവിൻ്റെ കൂടെ കൊണ്ട് കഴിച്ച് ഇതിങ്ങനെ കുറ്റം പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു പോലീസ് വണ്ടി മുമ്പ് വന്നിരുന്നു. ഒരു ആംബുലൻസും വന്ന് നിന്നു. ഇദ്ദേഹത്തെ എഴുന്നേറ്റ് ഇറങ്ങി വരാൻ പറഞ്ഞു. കുറച്ച് വേഷമൊക്കെ ഇട്ടവർ വന്ന് പൊക്കിയെടുത്ത് വണ്ടിക്കകത്ത് കയറ്റി നേരെ കൊറോണ സെൻ്ററിലേക്ക് കൊണ്ടിട്ട് എന്ത് സംഭവിച്ചു എന്തിനിവിടെ കൊണ്ടുവന്നു? എൻ്റെ ഭർത്താവിന് മൂക്കിന് മണവും പോയി നാക്കിന് രുചിയും പോയി കുറച്ച് ദിവസം കൊണ്ട് എന്ന് വിളിച്ച് പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെയാണ് ഓരോ സംഭവങ്ങളും ഇപ്പോൾ നടക്കുന്നവരോട്. തിരിച്ചടി ഇങ്ങനെയൊക്കെയാണ് വീട്ടിനകത്ത് വരുന്നത്. പുറത്തെ തിരിച്ചടി കൊണ്ട് ഇങ്ങനെ അകത്തെ തിരിച്ചടി ഇങ്ങനെയായി. നമ്മൾ പിക്നിക്കൊക്കെ പോകുമ്പോൾ അവിടെ കുഞ്ഞുങ്ങൾ കളിക്കാൻ വേണ്ടിയും വലിയവരും കയറിയിരിക്കും, കുഞ്ഞുങ്ങൾ കളിക്കാൻ വലിയ ജയൻ്റ് വീലുണ്ട്. അതിങ്ങനെ യന്ത്രം വഴിയെ കറങ്ങുന്നതാണ്. അപ്പോൾ അതിലെല്ലാം കുഞ്ഞുങ്ങളും കയറിയിരുന്ന് ബെൽറ്റിട്ടിരിക്കും. അപ്പോൾ കറങ്ങാൻ നേരത്തെ കേൾക്കാൻ കൂട്ടം വിളി. ആഹ്ലാദത്തിന് വേണ്ടിയാണ് കയറിയിരിക്കുന്നത്. പക്ഷേ ആ ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ട് ഭയമായി വിളി വയ്ക്കുക. നമ്മൾ കയറി ബെൽറ്റിട്ട് ചക്രം കറങ്ങാൻ തുടങ്ങി. ഇനി എത്ര വിളി വെച്ചാലും ചിരിച്ചാലും കരഞ്ഞാലും വിളി വെച്ചാലും അവന് സമയമാകുമ്പോഴേ അത് നിർത്തുള്ളൂ. അതിൻ്റെ സമയം ആകുമ്പോഴേ നിർത്തുള്ളൂ എന്നുള്ള മനസ്സ് വേണം. വെച്ചിട്ട് ബെൽറ്റിട്ടോ ഇരുന്നോ വരുന്നിടത്ത് വെച്ച് കാണാം എന്നുള്ള ഭാവത്തിരിക്കുക. അല്ലാ രക്ഷയില്ല. അതുപോലെ ലോകമാകുന്ന ചക്രത്തിൽ നമ്മൾ കയറിക്കഴിഞ്ഞു. കരയണോ ചിരിക്കണോ എന്നുള്ള നമ്മുടെ നിശ്ചയമാണ്. അപ്പോൾ നമുക്കിങ്ങനെ ഭയപ്പെടുന്ന രീതികളും പ്രതിബന്ധങ്ങളും പ്രശ്നമുണ്ടാകാം. ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അതിൽ ആഹ്ലാദിക്കാം, ഇല്ലെങ്കിൽ ഭയന്ന് വിളിവയ്ക്കാം. അധർമ്മജീവികൾ വരുന്നതിനെ അവർക്ക് മാറുന്ന കാണാൻ സാധിക്കും. ഇപ്പോൾ പഴുക്കാത്ത മാങ്ങയിൽ നിന്ന് മധുരം കിട്ടാൻ അവരാഗ്രഹിക്കില്ല. ഇത് പച്ചമാങ്ങ പുളിക്കും, ഇത് പഴുത്ത മധുരിക്കും. നമ്മൾ തിരിച്ചു പോകും. നമ്മൾ ഈ പച്ചമാങ്ങ മധുരം ആഗ്രഹിക്കും, പഴുത്ത മാങ്ങ എന്ന് പുളി ആഗ്രഹിച്ചാൽ ഇങ്ങനെയാണ് നമ്മൾ ശരിക്കും ആ ജ്ഞാനം മനസ്സിലാക്കിയില്ലെങ്കിൽ ഉണ്ടാകുന്ന കാര്യങ്ങളാണ്. ഗാന്ധാരി കൃഷ്ണനെ ശപിക്കുന്നുണ്ടല്ലോ. ഇത് നേരത്തെ എനിക്ക് അറിയാവുന്ന കാര്യമാണ്, പുതിയതല്ല. തിരിച്ചുകൊണ്ട് നിന്നു അതൊക്കെ വരും. അപ്പം അതുപോലെ നമുക്ക് അതിനെ നേരിടാൻ സാധിക്കും. അപ്പോൾ ഇതിനെ മനസ്സിലാക്കി പോകുന്നവരും അല്ലാതെ പോകുന്നവരുള്ള വ്യത്യാസം അതാണ്.